ഇന്ന് മുസ്ലിങ്ങൾക്കിടയിലും പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലും പേരും പ്രശസ്തിയൊക്കെ നേടിയാലേ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ എന്നാണ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ AR റഹ്മാനും റസൂൽ പൂക്കുട്ടിയും ഇന്ന് എല്ലാവരുടെയും താരങ്ങളാണ് അല്ലേ? ചില ആളുകളൊക്കെ ഏതായാലും 8 ഓസ്കാർ ലഭിച്ചപ്പോൾ 2 നമ്മളെ മുസ്ലിങ്ങൾക്ക് കിട്ടിയാലോ അവർ ആൺകുട്ടികളാണ്. മുസ്ലിങ്ങൾ എല്ലാ രംഗത്തും അല്ലേ കഴിവ് തെളിയിച്ച് ഏതായാലും കുറെ കാലമായിട്ട് മുസ്ലിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അതിൽ അഭിമാനിക്കുക. യഥാർത്ഥത്തിൽ എന്താ സംഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഈ സംഗീതവും അതിലുള്ള ഒരു മാസ്മരികതയും ഒക്കെ അതിലുള്ള കഴിവുമൊക്കെ തെളിയിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആകുന്നത് എന്നാണ്. അതാരാ പറയുന്നത്? ഇവിടുത്തെ ചിന്തകന്മാർ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇവിടുത്തെ ചിന്തകന്മാർ പറഞ്ഞു തരാം. അല്ലാതെ നമസ്കരിക്കുക, നോമ്പ് നോൽക്കുക, അതനുസരിച്ച് ഇബാദത്തുകൾ എടുത്തുകൊണ്ട് ജീവിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ഓനൊന്നല്ല നല്ല മുസ്ലിം. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? കുറച്ചൊക്കെ ഈ രംഗത്തും കഴിവൊക്കെ തെളിയിച്ചുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ നല്ല മുസ്ലിം. ഇത് ഞാൻ പറയല്ല. ഈ അടുത്ത മാതൃഭൂമിയിൽ നമ്മുടെ കേരളത്തിൽ എല്ലാ സാംസ്കാരിക വിഷയങ്ങളിലും ഇടപെടാറുള്ള സുകുമാർ അഴീക്കോട് ഒരു വിശദമായ ലേഖനം ഈ ഓസ്കാർ അവാർഡിനെ പറ്റി എഴുതിയിരുന്നു. പലരും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം അതിൽ പറഞ്ഞൊരു വാചകം നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയണം എന്തെന്നറിയോ, ഈ റസൂൽ പൂക്കുട്ടിക്ക് ഒരു അവാർഡ് കൂടി കൊടുക്കണം, ഒരു ഓസ്കാർ കൂടി കൊടുക്കണം. എന്താ ഒരു ഓസ്കാർ കൂടി കൊടുക്കാനുള്ള കാരണം എന്നറിയോ? അദ്ദേഹത്തിന് ഇപ്പോൾ ശബ്ദമിശ്രണത്തിനാണ് ഓസ്കാർ ലഭിച്ചതെങ്കിൽ ഇനി അദ്ദേഹത്തിന് മതമിശ്രണത്തിന് കൂടി ഒരു ഓസ്കാർ കൊടുക്കണം. മതമിശ്രണം, റിലീജിയസ് മിക്സിങ്, അതിനു കൂടെ ഒരു ഓസ്കാർ കൊടുക്കണം. എന്താ അതിന്റെ കാരണം എന്നറിയോ? കാരണം നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എല്ലാ മലയാളികൾക്കുമുള്ള ശിവരാത്രി സമ്മാനമാണ് തൻ്റെ ഓസ്കാർ എന്നും ആ കുട്ടി പ്രസ്താവിച്ചു. ശബ്ദമിശ്രണത്തിന്റെ സാങ്കേതികമായ മികവിന് ഓസ്കാർ ലഭിച്ച വ്യക്തി മതങ്ങളെ മിശ്രമാക്കുന്നതിലും വിജയിച്ച് മറ്റൊരു ഓസ്കാറിനും അർഹത നേടിയിരിക്കുന്നു. പൂക്കുട്ടി നല്ലൊരു ഭാരതീയനായപ്പോൾ നല്ല മുസ്ലിമും ആയി, നല്ല മനുഷ്യനും ആയി. എങ്ങനെയുണ്ട്? അതായത് അദ്ദേഹത്തിന് ഓസ്കാർ ലഭിച്ചപ്പോൾ അദ്ദേഹം ആദ്യമായി പറഞ്ഞത്, ഈ ഓസ്കാർ ഞാൻ മലയാളികൾക്ക് ശിവരാത്രി സമ്മാനമായി സമർപ്പിക്കുന്നു. ഇതിലൂടെ ഇദ്ദേഹം മതത്തെ കൂടി മിശ്രണം ചെയ്തു. ഇന്ത്യൻ സെക്യുലറിസത്തെ പറ്റി ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്ത ഒരു മാന്യനാണ് അദ്ദേഹമെങ്കിലും എന്താണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് ഈ സമയത്ത് അദ്ദേഹം മറന്നുപോയി. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും തമ്മിൽ ഒന്നാവുകയും ഇഴുകിച്ചേരുകയും അങ്ങനെ ലയിച്ചു ചേരുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദമല്ല ഇന്ത്യൻ മതേതരത്വം പറയുന്നത്. അത് യൂറോപ്യൻ മതേതരത്വമാണ്. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ രീതിയിലും മുസ്ലിം മുസ്ലിമിന്റെ വ്യക്തിത്വത്തിലും ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇവിടെ ഒന്നിച്ചു പോകുന്നു എന്ന ഒരു രീതിക്കാണ് ഇന്ത്യയിലെ മതേതരത്വ സങ്കല്പം ഊന്നൽ കൊടുക്കുന്നത്. 2 വിരുദ്ധ ആശയങ്ങൾ തമ്മിൽ ലയിച്ചു കഴിഞ്ഞാൽ, മിശ്രിതമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സൗഹൃദത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അത് രണ്ടും ഒന്നായി. ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നായി, പിന്നെ അവിടെ സൗഹൃദത്തിന്റെ ആവശ്യമില്ല. എപ്പോഴാ സൗഹൃദ ആവശ്യം? സൗഹൃദം ആവശ്യം വരുന്നത് 2 വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയും എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതെ പരസ്പര ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി പോകുമ്പോഴാണ് മതസൗഹാർദ്ദം എന്ന് പറയാ. പല ആളുകളും മതസൗഹാർദ്ദം തെറ്റിദ്ധരിച്ചത് എന്താ അറിയോ? ഹിന്ദുക്കളുടെ ആചാരമൊക്കെ മുസ്ലിങ്ങൾ ചെയ്യുക, മുസ്ലിമീങ്ങളുടെ വിശ്വാസമൊക്കെ ഹിന്ദുക്കൾ ചെയ്യുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആചാരങ്ങൾ കൊണ്ടും കൊടുത്തും വിശ്വാസങ്ങൾ കൊടുത്തും കണ്ടും അങ്ങനെ മിശ്രിതമായി ലയിച്ച് ജീവിക്കുന്നതാണ് മതസൗഹാർദ്ദം എന്ന് പലരും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. മഹാബദ്ധമാണത്. അത് ഇദ്ദേഹത്തെ പോലെ ആളുകൾ പറയാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ മതമിശ്രണം എന്നത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇന്ത്യൻ മതേതരത്വം അതല്ല പറയുന്നതും. എന്നിട്ട് അദ്ദേഹം പറയണം അതിൻ്റെ പേരിൽ ഇവനൊരു ഓസ്കാർ കൂടി കൊടുക്കണം. എന്നിട്ട് ഇയാളാണ് എന്ത്? നല്ല മുസ്ലിം. എന്ത്? അതായത് ഇസ്ലാം വിരോധിച്ച ഒരു സംഗതിയിൽ കഴിവ് തെളിയിച്ച് അംഗീകാരം കിട്ടിയപ്പോൾ അവനാണ് യഥാർത്ഥത്തിൽ നല്ല മുസ്ലിം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം എത്തി. ഇത് നിങ്ങൾ പറയുമ്പോൾ തോന്നുന്നു ഈ ഒരു സുകുമാർ അഴീക്കോട് മാത്രമല്ല അത് പറഞ്ഞത്. ഇതിന്റെ വികാരം എവിടുക്ക വരുന്നു നോക്കി നിങ്ങൾ. ഇത് മുസ്ലിങ്ങൾ വരെ, അതായത് മുസ്ലിങ്ങളുടെ നബിനോടുള്ള സ്നേഹം കൊണ്ട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നബിദിനം എന്ന ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ കൊല്ലത്ത്, ഇത് കോട്ടയാണല്ലോ, കൊല്ലത്ത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് അവിടെ ഒരു നബിദിന സമ്മേളനം നടക്കുന്നുണ്ട്. ആ നബിദിന സമ്മേളനത്തിലെ മുഖ്യ അതിഥി ആരാന്നറിയോ? റസൂൽ പൂക്കുട്ടി. അദ്ദേഹത്തിന് അവിടെ സ്വീകരണം. ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂൽ ഏത് ഈ റസൂൽ ഏത് എന്ന് തിരിച്ചറിയാത്ത
എന്താണ് റസൂലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നു എന്ന പേരിൽ, സ്നേഹിക്കുന്നു എന്ന പേരിൽ നാട് മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പോകുന്നു നമ്മുടെ ലോകം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച പിശാചിന്റെ ശബ്ദമാണെന്ന് ഖുർആൻ പറഞ്ഞ ഈ സംഗതിക്ക് അവാർഡ് ലഭിച്ചു എന്ന പേരിൽ പ്രവാചകനെ മാനിക്കുന്നു എന്ന് പറയുന്ന സദസ്സിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന ഒരു സമയത്തിലേക്ക്, സന്ദർഭത്തിലേക്ക് നമ്മുടെ സമുദായം എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിന്റെ അവസാനത്തിന് അധികം സമയമില്ല എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ചിന്ത ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറയണം. എന്താ വേറൊന്ന് പടച്ചോന്റെ പേരാ മറ്റേ ചങ്ങായിക്ക് അല്ലേ, റഹ്മാൻ. എന്താ അയാളും പറഞ്ഞത് എന്താ? എനിക്ക് അള്ളാഹുവിലേക്ക് അഥവാ ദൈവത്തിലേക്ക് അടുക്കാൻ ഞാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമം സംഗീതമാണ് എന്നാണ്. പിശാച്ചിലേക്ക് അടുക്കാൻ ഞാൻ സംഗീതത്തെ ഉപയോഗിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. എന്ത്? അള്ളാഹുവിലേക്ക് ഞാൻ, ദൈവത്തിലേക്ക് ഞാൻ അടുക്കാൻ ഉപയോഗിക്കുന്നത് സംഗീതത്തെയാണ് അദ്ദേഹം പറയാണ്. നിങ്ങൾ കേട്ടില്ലേ? പത്രത്തിൽ കേട്ടില്ലേ? പിന്നെയോ എനിക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ലഭിക്കുന്നത് ഒരു ജാറത്തിൽ പോയി, ദർഗയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് ഇവരാണ് എന്ത് യഥാർത്ഥ മുസ്ലിങ്ങൾ. അപ്പൊ മഹാഭൂരിപക്ഷം എന്ത് വിചാരിക്കുന്നു? ഇങ്ങനെയൊക്കെ ആയാലേ ശരിക്കും മുസ്ലിം ആകുള്ളൂ, അപ്പോഴേ നമുക്കൊരു പബ്ലിസിറ്റി കിട്ടുള്ളൂ എന്ന നിലക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് അപകടകരമാണ്. ഈ അപകടം ഇവിടെ വിളിച്ചു പറയാൻ ഈ പ്രസ്ഥാനവും ഇതിന്റെ ആളുകളും അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. വേറുള്ളവർക്കൊക്കെ കോംപ്ലക്സാ. മുസ്ലിം നാമതയുള്ള കുറച്ച് ആളുകൾക്ക് ഓസ്കാർ കിട്ടിയപ്പോൾ അതിനൊക്കെ വിമർശിക്കുന്നത് മോശമല്ലേന്നാ. ഇവിടെ ഇസ്ലാമിക വിരുദ്ധമാകുന്നുകൊണ്ട് വിമർശിക്കും. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഇത്രയൊക്കെ വിമർശിക്കണോ? ഇതൊക്കെ കുറച്ചൊക്കെ ഹലാലല്ലേ? അള്ളാഹ് റസൂലുള്ള അതൊക്കെ അങ്ങനെ ഹറാമാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകൾ ഒരു പക്ഷേ അറിവില്ലാത്തതുകൊണ്ടാവും. എന്നാ നിങ്ങളെ ഞാൻ ആക്ഷേപിക്കണില്ല. എന്നാ ഖിയാമത്ത് നാളിന്റെ അലാമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? ഖിയാമത്ത് നാളിന്റെ അടയാളമാണത്രേ, അവസാന കാലഘട്ടമാകുമ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഈ സംഗീതം ഹലാലാണ് എന്ന് പ്രഖ്യാപിക്കും. കേൾക്കണം നിങ്ങൾക്ക്. റസൂലുള്ളാഹി പറയാണ്, ലയകൂനുന്ന മിൻ ഉമ്മതി അഖ്വാമും യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. ലയകൂനുന്ന മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. അഖ്വാമുൻ, ഒരു കൗമുണ്ടാകും, ഒരു വിഭാഗമുണ്ടാകും. എവിടെ നിന്നുണ്ടാകും? എന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. യസ്തഹില്ലൂന, അവർ ഹലാലായി പ്രഖ്യാപിക്കും, അനുവദനീയമായി പറയും. അൽ ഹിറ, വ്യഭിചാരം. വൽ ഹരീറ, പട്ടുവസ്ത്രം. വൽ ഖംറ, മദ്യം, ലഹരി. വൽ മആസിഫ, സംഗീതം. സംഗീതത്തെ ഹലാലാക്കുന്ന ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ നിന്ന്, എന്റെ കൗമിൽ നിന്ന് ഇതാ കടന്നു വരാനിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറഞ്ഞ വാക്ക് അന്വർത്ഥമാകുന്നു എന്ന് മാത്രമേ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തേ നേടി? ഈ ഓസ്കാറുകളൊക്കെ ലഭിച്ചിട്ട് എന്ത് നേടി ഇവിടെ? മറ്റൊന്നും നേടിയിട്ടില്ല. ഇവിടെ നേടിയതെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. സൗന്ദര്യ മത്സരം ഒരു മത്സരമായി കൊണ്ടാടിയതിനു ശേഷമാണല്ലോ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം ഇവിടെ കുത്തകാടിസ്ഥാനത്തിൽ ചേരി പ്രദേശങ്ങൾക്ക് പോലും വ്യാപകമാകുന്ന രീതിയിൽ വന്നത്. അതേപോലെ സംഗീതം ബിസിനസ് ചെയ്യാൻ, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ചില ചാലക ശക്തികളായി വർത്തിക്കുമെന്നതല്ലാതെ ഇതുകൊണ്ട് വേറൊന്നും കിട്ടാൻ പോണില്ല. ഈ സ്ലം ഡോഗ് മില്ലനെയർ എന്ന് പറയുന്ന ഈ സിനിമ തന്നെ പലരും ഒഴിവാക്കിയതാണ്. അത് റിലീസ് ചെയ്യാൻ മടിച്ചു നിന്നവരാണ്. പക്ഷേ ഇതിന് ഓസ്കാർ കിട്ടിയപ്പോഴോ എന്ത് സംഭവിച്ചു? 4 ദിവസം കൊണ്ട് തന്നെ 10,000 കോടിയിലധികം രൂപ ഇത് വാരിയെടുത്തു. ഇത് ഷൂട്ട് ചെയ്ത ആ ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾ എന്താണ് സിനിമ എന്നറിയാത്തവരായിരുന്നു. ലക്ഷങ്ങൾ സിനിമാശാലകളിലേക്ക് ഓടുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ ഓഫീസിൽ നടന്ന ഒരു ചർച്ച ഞാൻ കേട്ടു. മുസ്ലിം ഉദ്യോഗസ്ഥന്മാരായ ചില ആളുകൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യാണ്. എന്താ ചർച്ച എന്നറിയോ? ഞാൻ ഏകദേശം 1.5 വർഷമായി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട്. ഇന്നലെ ഞാനൊന്ന് പോയി. എന്താ കാരണം? ഇന്നലെ ഞാനൊന്ന് പോയി. ഒരു ഓസ്കാർ ലഭിച്ച ഒരു സിനിമ കണ്ടില്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇപ്പോൾ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടല്ലേ? എല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു അഭിപ്രായം ഇല്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ അതുകൊണ്ട് സാധാരണ ഞാൻ പോവാറില്ല, പക്ഷെ ഇതൊന്ന് കാണാൻ വേണ്ടി പോയി. എന്താ ഇതിന്റെ സന്ദേശം? ഇതാ നിങ്ങളും പറയൂ. പലരും ഈ സിനിമയ്ക്ക് വേണ്ടി മുമ്പ് പല രൂപത്തിലും കണ്ടിരുന്ന ആളുകൾ ഒരുപക്ഷെ അത് അവസാനിപ്പിച്ചിട്ടുണ്ടാവും.
പക്ഷേ ഇങ്ങനെ ഒരു തരംഗം വന്നപ്പോ ക്യാമ്പസിൽ ഇനി ജീവിക്കണമെങ്കിൽ, എന്റെ കമ്പനിയിൽ എനിക്ക് ഇടം കിട്ടണമെങ്കിൽ, ഇത് ഞാൻ കണ്ടില്ല എങ്കിൽ, ഇതിനെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാനൊരു 14 നൂറ്റാണ്ട് മുമ്പുള്ളവനായി മാറും എന്ന ഒരു ചിന്ത ശൈത്താൻ നിങ്ങളെ മനസ്സിലേക്ക് ഇട്ടുതരികയും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ കൂടെ ഇതാ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഹാളിലേക്ക് കടന്നു പോകുന്ന ഒരു രംഗം. അതെ, ലക്ഷക്കണക്കിന് ആളുകൾ, സിനിമാശാലകളിൽ നിന്നും മടങ്ങിയ ആളുകൾ സിനിമാശാലകളിലേക്ക് ഒഴുകാൻ ഒരു കാരണമായി എന്നല്ലാതെ ഈ മുസ്ലിം നാമധാരികളായ ഈ ആളുകൾക്ക് കിട്ടിയ ഈ ഒരു പട്ടത്തിലൂടെ വേറെ എന്താണ് സമൂഹം നേടിയെടുത്തത്? തെറ്റിലേക്ക് കൊണ്ടുപോകുക, ശൈത്താൻ കൊണ്ടുപോകാനുള്ള ഓരോ മാർഗങ്ങളാണ് സഹോദരങ്ങൾ ഇതൊക്കെ. ശരിക്കും